ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനി എന്ന മൊഡ്യൂളിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ചാണ്. ക്ലിയർ? ഹൗ ടു പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റ് അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റ് കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക? നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിൽ അതിലുണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിലെ ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. The following trial balance was extracted from the books of Excel Life Insurance Company Limited as on 31st December 2020. Clear? Okay. 31st December എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യു മേ കറക്റ്റ് ഇറ്റ് ആസ് 31st March 2020. ഒരു പീരീഡ് ആവാത്തതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്ത് ചേർക്കാം? 31st March എന്ന് കൊടുത്താലും മതി. ക്ലിയർ? ഡിസംബർ എന്നുള്ളത് ആവാത്തൊരു പീരീഡ് ആയതുകൊണ്ട് മാർച്ച് എന്നുള്ള രീതിയിൽ എടുത്താലും മതി. ഓക്കെ, 2020. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 1 lakh. ദെൻ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 1/1/2020 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 29,72,300. 29,72,300. Dividends paid 15,000. Bonus to policy holders 31,500. Premium received 1,61,500. Okay. Then claims paid 1,97,000. Then commission paid 9,300. Management expense 32,300. Mortgage in India 4,92,200. Then continue chamber. Interest and dividends received 1,12,700. Agents balance 9,300. Freeholder premises 40,000. Investment 23,05,000. Loans on companies policies 1,73,600. Cash on deposits 27,000. Cash in hand and on current account 7,300. Surrenders 7,000. Total 33,46,500. ഇതാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, 31st December 2020 ബാലൻസ് ഷീറ്റും റവന്യൂ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 31st March 2020 എടുക്കുമ്പോൾ ഓപ്പണിംഗ് ഫിഗർ അതിനനുസരിച്ച് 1/4/2019 വെച്ച് എടുത്താൽ മതി. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. ക്ലെയിംസ് സബ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് 9,000. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ 200. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് 19,300. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 10,000. ബോണസ് യൂട്ടിലൈസ്ഡ് റിഡക്ഷൻ ഓഫ് പ്രീമിയം 2,000. ആൻഡ് ക്ലെയിംസ് റിക്കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് 2,300. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ ഭാഗം. ഇപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നേരത്തെ ഉള്ളത് ട്രയൽ ബാലൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എമൗണ്ട് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് മേ ബി റുപ്പീസ് ഇൻ തൗസൻഡ്സ്. അപ്പോൾ തൗസൻഡ്സ് വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവും? മുകളിൽ റുപ്പീസ് ഇൻ തൗസൻഡ്സ് എന്ന് വെച്ചാൽ 3 0 കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താണ്? 1000 രൂപയിലാണ് ഇത് കാണിക്കേണ്ടത്. അപ്പോൾ വേറൊരു ടെക്സ്റ്റിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റുപ്പീസ് ഇൻ തൗസൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നതൊക്കെ എന്തായിട്ട് എടുക്കണം? തൗസൻഡ്സിലാക്കി എടുത്തിരിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ എമൗണ്ട് ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും എമൗണ്ട് കാണിക്കുന്നത് ഇൻ തൗസൻഡ്സിലാണ് അല്ലേ? റുപ്പീസ് ഇൻ തൗസൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ അതിനെ അതേപോലെ തന്നെ എടുത്താൽ മതി. ഓക്കെ, അതർവൈസ് നമ്മൾ റുപ്പീസ് ഇൻ തൗസൻഡ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പൂജ്യങ്ങളൊക്കെ തൗസൻഡ്സിൻ്റെ വാല്യൂസിലേക്ക് തന്നെ മാറ്റണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും മാറ്റേണ്ട, നമ്മൾ ഡയറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അസ്യൂമിങ് ദാറ്റ് ഓൾ എമൗണ്ട്സ് ആർ ഗിവൺ ഇൻ തൗസൻഡ്സ്. ഓക്കെ, ഇത് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളൊരു കേസിൽ ക്ലിയർ, ഇപ്പോൾ തൗസൻഡ്സിലാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ ഇവിടെ താഴെ തന്നിരിക്കുന്ന എമൗണ്ട്, ഇപ്പോൾ വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ താഴെ തന്നിരിക്കുന്ന എമൗണ്ട് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഈ 9,000 എന്ന് പറയുന്നത് 90 lakh rupees ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ക്ലിയർ? സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 90 lakh. ഓക്കെ, ഈ 200 എന്ന് പറയുന്നത് എന്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും? അതിനനുസരിച്ച് മേ ബി ഇറ്റ് ഈസ് ഗിവൺ ആസ് 2 lakh rupees. ക്ലിയർ? ദെൻ
19,300 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1,93 lakhs ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ഇവിടെ റുപ്പീസിൽ എമൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, സോ 90 lakh റുപ്പീസാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതാണ് വരിക. അതിൽ 3 0 വെട്ടിക്കഴിഞ്ഞാൽ തൗസൻഡ്സ് ആയി. ക്ലിയർ. അപ്പോൾ തൗസൻഡ്സ് ആക്കി മാറ്റി എടുക്കുന്ന സമയത്ത് 9,000 മാത്രം എടുത്തത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 9,000. ഓക്കെ, ഇപ്പം 9,000 വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 lakhs റുപ്പീസിന് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 3 0 വെട്ടുമ്പോൾ എന്താവും, 200 മാത്രം കിട്ടും. അപ്പം ഇങ്ങനെ തൗസൻഡ്സിൽ ഒരു ഭാഗത്ത് കൊടുക്കുകയും ട്രയൽ ബാലൻസിൽ തൗസൻഡ്സിൽ കൊടുക്കുകയും അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തൗസൻഡ്സ് അല്ലാതെ റുപ്പി വാല്യൂവിൽ കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റിലുള്ള 3 digits മാറ്റിയിട്ട് സീറോസ് ആണെങ്കിൽ മുഴുവൻ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫിഗർ മാത്രം എടുക്കുക. അപ്പോൾ തൗസൻഡ്സിലായി. എന്നിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തെ സമീപിക്കാൻ. ഓക്കെ, സോ ഇതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെ തന്നെ വരണം എന്നില്ല എപ്പോഴും, പക്ഷേ മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സാഹചര്യം വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, നമുക്കിതിൽ ഓരോന്ന് ഐറ്റംസ് നോക്കി പോവാം. ക്ലിയർ, എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഓരോ ഐറ്റം എവിടെ വരിക എന്ന് നമുക്ക് നോക്കി പോയാൽ മതി അല്ലേ. സോ എവിടെയാണത് ഓരോ ഐറ്റംസ് വരിക. അപ്പോൾ നമ്മൾ അതിന് നേർക്ക് തന്നെ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറയുമ്പോൾ പറഞ്ഞ പോലെ ഓരോ ഐറ്റംസ് വരുന്ന സമയത്ത് അവിടെ എൻ്റെ ഷെഡ്യൂൾ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് നോക്കിയിട്ട് ഷെഡ്യൂൾസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ എവിടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ. സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, എന്താ വരിക, ഷെഡ്യൂൾ നമ്പർ S5 അല്ലേ. S5 എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ S5 വരിക. അപ്പോൾ S5 എന്ന് എഴുതി വെച്ചു. ക്ലിയർ, അത് അവിടെ എടുത്താൽ മതി. ലൈഫ് അഷുറൻസ് ഫണ്ട് എവിടെയാണ് വരിക, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എടുക്കണം. ക്ലിയർ. ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എടുക്കേണ്ടത് റിസർവ്സ്, അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്നുള്ള രീതി താഴെ എടുക്കണം. പക്ഷേ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എടുത്താൽ മതി. ഷെഡ്യൂൾ നമ്പർ 6 പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്താൽ മതി. S6 പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്താൽ മതി. ഡിവിഡൻസ് പെയ്ഡ് അതെവിടെ എടുക്കുക. സോ ഡിവിഡൻസ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണത്, ഡിവിഡൻഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് പെയ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇത് പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് ആണ്. മേ ബി മാർക്കറ്റ് ലിങ്ക്ഡ് പോളിസീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് എ മാർക്കറ്റ് ലിങ്ക്ഡ് പോളിസി. അപ്പോൾ അതിന് എന്ത് കൊടുക്കണം, എന്ത് കിട്ടും കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് ഡിവിഡൻഡ് കിട്ടും. മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സിന് ആർക്ക് കൊടുക്കണം, പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കണം. ക്ലിയർ. അപ്പോൾ ഈ യൂണിറ്റുകൾ, അതിന് യൂണിറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ക്ലിയർ. നെറ്റ് അസറ്റ്സ് വാല്യൂ അല്ലെങ്കിൽ യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റിൻ്റെ പുറത്ത് അതിന് കൊടുക്കുന്ന ഡിവിഡൻസ്. അപ്പോൾ ഈ ഡിവിഡൻസിനാണ് അങ്ങനെയുള്ള ഡിവിഡൻഡാണ്. അപ്പോൾ ഇത് എന്തായിട്ട് കാണിക്കണം, ബെനിഫിറ്റ്സ് പെയ്ഡ് എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കണം. ക്ലിയർ. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ അണ്ടർ ഷെഡ്യൂൾ നമ്പർ 4. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് ആണ് അല്ലേ. ഇപ്പോൾ ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് എവിടെ വരിക, ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് ആയതുകൊണ്ട് സർപ്ലസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോണസ് കൊടുക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എൻ അപ്രോപ്രിയേഷൻ ഇൻ ദി റവന്യൂ അക്കൗണ്ട് എടുക്കണം. ഷെഡ്യൂളിൽ കാണിക്കില്ല, പകരം എന്ത് ചെയ്യും, അപ്രോപ്രിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ, റവന്യൂ സർപ്ലസ് കണ്ടുപിടിച്ച ശേഷം താഴെ അപ്രോപ്രിയേഷൻ എടുക്കുമ്പോൾ റവന്യൂ അക്കൗണ്ടിൽ അപ്രോപ്രിയേഷനായിട്ട് കാണിക്കണം. APP എന്നുള്ള രീതിയിൽ കാണിക്കണം. ക്ലിയർ. പ്രീമിയം റിസീവ് ഷെഡ്യൂൾ നമ്പർ 1 കാണിക്കണം, S1 കാണിക്കണം. ഓക്കെ. ദെൻ ക്ലെയിംസ് പെയ്ഡ് എവിടെ കാണിക്കുക, ഷെഡ്യൂൾ നമ്പർ 4. ബെനിഫിറ്റ്സ് പെയ്ഡിൽ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കണം. കമ്മീഷൻ പെയ്ഡ് എവിടെ കാണിക്കും, സോ കമ്മീഷൻ പെയ്ഡിന് നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ഷെഡ്യൂൾ നമ്പർ 2. ഷെഡ്യൂൾ നമ്പർ 2 കാണിക്കണം. അപ്പോൾ ഞാനത് പറയുന്ന സമയത്തിന് നിങ്ങളും പ്രോബ്ലം എടുത്തിട്ട് നോക്കി അതേപോലെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ക്ലിയർ. മാനേജ്മെൻറ്റ് എക്സ്പെൻസ്, സോ എവിടെയാണ് മാനേജ്മെൻറ്റ് എക്സ്പെൻസ് കാണിക്കുക, നമുക്കറിയാം എക്സ്പെൻസ് എല്ലാം ഓപ്പറേറ്റിംഗ് ഇതായിട്ട് വരുന്നുണ്ട് അല്ലേ. ഷെഡ്യൂൾ നമ്പർ 3 നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാണിക്കുമ്പോൾ എടുത്താൽ. ക്ലിയർ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഈ രീതിയിൽ എടുക്കണം. ഓക്കെ. താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും നോക്കുക, അടുത്തതിലേക്ക് നോക്കുക. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് റിസീവ്ഡ് അല്ലേ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് റിസീവ്ഡ് എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളതാണ് അല്ലേ. ഇൻട്രസ്റ്റും ഡിവിഡൻഡൊക്കെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിക്കണം. ഏജൻസ് ബാലൻസസ് അല്ലേ, ഏജൻസിന് ബാലൻസ് കൊടുക്കാനുണ്ട്. അതെന്ത് ചെയ്യണം, ഇത് എന്താണത്, ഏജൻസിന് കൊടുക്കാനുള്ള ബാലൻസാണ്. ഏജൻസ് ബാലൻസസ് ഡെബിറ്റ് ആണ് തന്നിരിക്കണം. അപ്പോൾ ഏജൻസ്
ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കടം എടുത്തിട്ടുണ്ടാവും. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിക്ക് കിട്ടാനുള്ളതാണെന്ന് അർത്ഥം അല്ലേ. ഇപ്പം കിട്ടാനുള്ള ഏജൻസ് ബാലൻസ് ആയതുകൊണ്ട്, ഡെബിറ്റ് ആയതുകൊണ്ട്. ക്രെഡിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണുക. ഡെബിറ്റ് ആയതുകൊണ്ട് എന്താണത്, സോ ദീസ് ആർ അമൗണ്ട്സ് റിസീവബിൾ ഫ്രം ഏജൻസിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് ആണ്. ഏജൻസിന് ലോൺ കൊടുത്തിട്ടുണ്ടാവും, ആ എമൗണ്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ ഷെഡ്യൂൾ നമ്പർ 12 കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കണം. ഷെഡ്യൂൾ നമ്പർ 12 പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏജൻസ് ബാലൻസ് കാണിക്കണം. ഫ്രീ ഹോൾഡ് പ്രിമിസസ് അല്ലേ. ഫ്രീ ഹോൾഡ് പ്രിമിസസ് എന്താണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ 10 കാണിക്കേണ്ടത്. ക്ലിയർ. ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ നമ്പർ 8 കാണിക്കണം. ക്ലിയർ. ലോൺസ് ഓൺ കമ്പനീസ് പോളിസീസ് അല്ലേ. കമ്പനി പോളിസീസ് എന്നിട്ട് ഡെബിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് ആയതുകൊണ്ട് എന്താണത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോൺസ് അല്ലേ ഓൺ പോളിസീസ് എന്നിട്ട് നമുക്ക് ഷെഡ്യൂൾ നമ്പർ 9 കാണിക്കാം. എവിടെയാണ് കാണിക്കുന്നത്, ഷെഡ്യൂൾ നമ്പർ 9. ക്ലിയർ. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഷെഡ്യൂൾ നമ്പർ 9. Then loans on companies policies. Then cash on deposits. Cash on deposits in the, that is assets ആണ് അല്ലേ. കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ക്യാഷും ബാങ്ക് ബാലൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നത്. ക്യാഷ് ആൻഡ് അതർ നിയർ ക്യാഷ് ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതെവിടെ കാണിക്കണം, ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കണം. ക്ലിയർ. ക്യാഷ് ആൻഡ് അത് ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ നമ്പർ 12. ക്യാഷ് ഓൺ ഡിപ്പോസിറ്റ്സ്. ക്ലിയർ. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അതർ കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 11 ക്യാഷ് ആൻഡ് ബാലൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഈ രണ്ട് ക്യാഷും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് ഷെഡ്യൂൾ നമ്പർ ക്യാഷ് ഇൻ ഹാൻഡ് എന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാഷും മറ്റുള്ള കറണ്ട് അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 11. ക്ലിയർ. ഇത് ക്യാഷ് ഓൺ ഡിപ്പോസിറ്റ്സ് എന്താണ്, ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ. അപ്പോൾ കറണ്ട് അസറ്റ്സ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള എമൗണ്ട് ആയതുകൊണ്ട് ക്യാഷ് ഓൺ ഡിപ്പോസിറ്റ്സ് ആണ്. അതുകൊണ്ട് ഷെഡ്യൂൾ നമ്പർ 12 കാണിച്ചത്. ക്ലിയർ. സോ ദിസ് എമൗണ്ട് ഹാസ് ബീൻ ഷോൺ അണ്ടർ ഷെഡ്യൂൾ നമ്പർ 12 because it is the deposits made by the insurance company. Clear. So cash is in the form of a deposit. Clear. But whereas the cash in hand and current account എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള കറണ്ട് അക്കൗണ്ടിലുള്ള പൈസയാണ്. ക്ലിയർ. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ക്യാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 11 കാണിക്കുക. സോ അടുത്തെന്താണ്, സറണ്ടേഴ്സ്. അപ്പോൾ സറണ്ടേഴ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് എവിടെ വരും, നമ്മൾ സറണ്ടേഴ്സ് കാണിക്കുമ്പോൾ സറണ്ടർ, ആനുവിറ്റി അല്ലേ, ക്ലെയിം, ഇതൊക്കെ എന്താണ് ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് ആയിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിലുള്ളത്, ട്രയൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്തു. ഓക്കെ. റൈറ്റ്. നമ്മളിതിനെ മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് വരാം. അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നോക്കുക, എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഓരോ ഐറ്റം തന്നിരിക്കുന്നത് നോക്കുക. ക്ലിയർ. സോ ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ക്ലെയിം അഡ്മിറ്റ് ചെയ്തു പക്ഷേ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ രണ്ട് ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അർത്ഥം അല്ലേ. ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്ലെയിം ആയതുകൊണ്ട് അത് എവിടെ എടുക്കണം, ഷെഡ്യൂൾ നമ്പർ 4 അല്ലേ. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്ലെയിമിനോടൊപ്പം എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. ക്ലിയർ. അതുപോലെ തന്നെ വേറെ എവിടെ കാണിക്കണം, ഇത് ക്ലെയിം കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഷെഡ്യൂൾ നമ്പർ 13 പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ രണ്ട് ഭാഗത്ത് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്, സോ ഇറ്റ് ഇസ് എ കറണ്ട് ലയബിലിറ്റി ഷെഡ്യൂൾ നമ്പർ 13. ക്ലിയർ. സോ ഇറ്റ് ഈസ് എ ക്ലെയിം ഐറ്റം, അതുകൊണ്ട് എന്താണ് ഷെഡ്യൂൾ നമ്പർ 4. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഡ്യൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ആണത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നതാണ്. അപ്പോൾ എവിടെ കാണിക്കുന്നതിന്, ഷെഡ്യൂൾ നമ്പർ 3 പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ തന്നെ ഡ്യൂ ആണ്, കൊടുത്തിട്ടില്ല, അപ്പോൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് എവിടെ കാണിക്കണം, എഗെയിൻ ഷെഡ്യൂൾ നമ്പർ 13 പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കണം. ക്ലിയർ. ഷെഡ്യൂൾ നമ്പർ 13 ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കണം. ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടാനുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇത് കിട്ടാനുള്ള റൈറ്റാണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡിന് എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ റവന്യൂ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കാണിക്കും. അതോടൊപ്പം തന്നെ എന്തുകൂടെ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് അല്ലേ. അതിന് എന്തായിട്ട് എടുക്കുകയും വേണം, കിട്ടാനുള്ള റൈറ്റ് ആയതുകൊണ്ട് കറണ്ട് അസറ്റ്സ് ആയിട്ട് ഷെഡ്യൂൾ നമ്പർ അല്ലേ നമ്മൾ 12 പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതർ കറണ്ട് അസറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കണം. ക്ലിയർ. സോ S12 കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കുറേ റൈറ്റിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ്.
നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ സോ ഇവിടെ ഇൻട്രസ്റ്റ് അക്രൂഡ് നമ്മൾ എവിടേക്കാണ് കാണിച്ചത്? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ റവന്യൂ അക്കൗണ്ടിലും എടുത്തു. അതുപോലെ തന്നെ ഷെഡ്യൂൾ നമ്പർ 12 ക്ലിയർ അസറ്റ്സ് ആയിട്ട് എടുത്തു. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് വരുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രീമിയം കിട്ടാനുണ്ട് അല്ലേ? ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം. ഷെഡ്യൂൾ നമ്പർ 12 കിട്ടാനുള്ള ഐറ്റമായിട്ട് കാണിക്കും. സോ S1 ആൻഡ് S12 ക്ലിയർ റൈറ്റ്. ദെൻ ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം എന്താ ചെയ്യുക? ബോണസ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം ആണ് അല്ലേ? ഇത് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ 1 ആഡ് ചെയ്ത് കാണിക്കണം. ക്ലിയർ. അതുപോലെ തന്നെ ഇത് എവിടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം? ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ബോണസ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്യുമ്പോൾ 4ലും അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ. ഷെഡ്യൂൾ നമ്പർ 4 ആഡ് ചെയ്യണം ക്ലെയിം ആയിട്ട്. ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ആയിട്ടും ആഡ് ചെയ്യണം. ക്ലിയർ. S1 ആൻഡ് S4 ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസിൻ്റെ ക്ലെയിം വന്നിരിക്കുന്നു അല്ലേ? ഇപ്പോൾ റീഇൻഷുറൻസിൻ്റെ ക്ലെയിം അല്ലേ കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് നമുക്ക് കിട്ടാനുള്ളതാണ്. ക്ലിയർ. ഇപ്പോൾ റിക്കവറബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ ബെനിഫിറ്റ്സ് പേരിൽ എന്ത് ചെയ്യണം? S4 പ്രിപ്പയർ ചെയ്യുമ്പോൾ ലെസ് ചെയ്ത് കാണിക്കണം. ക്ലിയർ. അതോടൊപ്പം തന്നെ എന്തുകൂടെ കാണിക്കണം? ഇതിനെ നമ്മൾ കിട്ടാനുള്ള ഐറ്റം ആയതുകൊണ്ട് ഷെഡ്യൂൾ നമ്പർ 12 പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ കറണ്ട് അസറ്റ്സ് ആയിട്ട് ക്ലെയിം റിക്കവർ അല്ലെങ്കിൽ റീഇൻഷുറൻസ് ക്ലെയിം റിക്കവറബിൾ എന്നുകൊണ്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 4 മൈനസ് ചെയ്ത് കാണിക്കുക. ഷെഡ്യൂൾ നമ്പർ 12 അത് ആഡ് ചെയ്ത് കാണിക്കുക. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഐറ്റത്തെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. റൈറ്റ്. ഇനി നമുക്ക് ഷെഡ്യൂളിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യുന്നു. ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം അല്ലേ? ഇപ്പോൾ പ്രീമിയം റിസീവ് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എമൗണ്ട് എടുത്തു. ക്ലിയർ. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 10,000 rupees അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്, അതെടുത്ത് ആഡ് ചെയ്തു. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 1,73,500. ഇത് ഇപ്പുറത്താണ് കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് താഴെ തന്നെ എഴുതാം. ഓക്കെ. 1,73,500 എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഓക്കെ. സോ ഷെഡ്യൂൾ നമ്പർ 1 ആയി. ഈ എമൗണ്ട് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ എടുത്താണ്. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 ഈസ് ഓക്കെ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഷെഡ്യൂൾ നമ്പർ 2 കമ്മീഷൻ. ഇപ്പോൾ കമ്മീഷനിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണത്? ഒന്ന് തന്നിരിക്കുന്ന കമ്മീഷൻ പെയ്ഡ് 9,30,300. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? കമ്മീഷൻസിൻ്റെ ഭാഗമായിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. സോ 9,300. അപ്പോൾ ഇവിടെ എമൗണ്ട് എഴുതി ഷെഡ്യൂൾ നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്യുക? 2 വരെ വെച്ചത് ക്ലോസ് ചെയ്യുക. ആ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. റൈറ്റ്. ഷെഡ്യൂൾ നമ്പർ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുമ്പോൾ മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 200 അല്ലേ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് താഴെ തന്നെ കൂട്ടി എഴുതാനും മതി, അല്ലെങ്കിൽ ഇപ്പുറത്ത് എഴുതുക. ക്ലിയർ. 32,500 32,500. ഓക്കെ. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 3 ആയി. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന ക്ലെയിം ഉണ്ട് അല്ലേ? ആന്യൂറ്റീസ്, സറണ്ടേഴ്സ് അല്ലേ? അതുപോലെ തന്നെ നോർമൽ ക്ലെയിം, ഇതെല്ലാം കൂടെ എടുക്കണം. അപ്പോൾ ടോട്ടൽ ക്ലെയിംസ് പേര് നമ്മൾ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ക്ലെയിംസ് എടുത്തു. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തു. ക്ലിയർ. ഇപ്പോൾ ടോട്ടൽ കിട്ടി. ലെസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് വന്നതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ലെസ് ചെയ്തു. ക്ലിയർ. ഓക്കെ. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് എടുത്തു. ഇപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഒറ്റ എമൗണ്ട് കോളേജ് കൊടുത്തിരിക്കുന്നത് എല്ലാം താഴെ ആഡ് ചെയ്തും ലെസ് ചെയ്തും വന്നാൽ മതി കേട്ടോ. വീണ്ടും ഓരോന്നിനും ചെയ്യേണ്ട കാര്യമില്ല. ആഡ് കൊടുത്ത് 9,000 കൊടുക്കുക. പിന്നെ ടോട്ടൽ എടുക്കേണ്ട കാര്യമില്ല. ലെസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? 2,300 കൊടുക്കുക. ഇവിടെ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഡീറ്റെയിൽസ് കോളം കൊടുത്തിട്ടാണ് എമൗണ്ട് കോളം വേറെ കൊടുത്തിരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നെറ്റ് എമൗണ്ട് എടുത്തു. ദെൻ അടുത്ത് നമ്മൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം വന്നപ്പോൾ അത് ആഡ് ചെയ്യണം. അത് ഇപ്പോൾ ആഡ് ലെസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിനെ ആഡ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ. ഇതിനോടൊപ്പം ആഡ് ചെയ്ത് ഈ കുളത്തിൽ തന്നെ കാണിച്ചാൽ മതി. സറണ്ടേഴ്സ് ഉള്ളതുകൊണ്ട് അത് എടുക്കണം. അപ്പോൾ സറണ്ടേഴ്സിനെ ആഡ് ചെയ്ത് കാണിക്കുക. ക്ലിയർ. ബെനിഫിറ്റ്സ് പെയ്ഡ്, ഡിവിഡൻസ് പെയ്ഡ് ടു പോളിസി ഹോൾഡേഴ്സാണ്. ക്ലിയർ. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോളിസി ഹോൾഡേഴ്സ് തന്നെ സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൂടെ എടുത്തു. അങ്ങനെ എല്ലാ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ എത്ര കിട്ടി? 2,27,700. ക്ലിയർ. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ 4 ആയി. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഐറ്റംസും എടുത്തു, അതുപോലെ തന്നെ ട്രയൽ ബാലൻസുള്ള ഐറ്റംസും എടുത്തു. ദെൻ ഇപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം?
റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? ഇപ്പോൾ റവന്യൂ അക്കൗണ്ടിലേക്ക് വരിക. സോ വാട്ട് ഈസ് റവന്യൂ അക്കൗണ്ടിലെ ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ? റവന്യൂ അക്കൗണ്ട് ഓഫ് കമ്പനി നമ്മൾ കൊടുത്തു. ഷെഡ്യൂൾ നമ്പർ 1 അല്ലേ? പ്രീമിയം ഏൺഡ് നെറ്റ് ടോട്ടലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1,73,500 അതിൻ്റെ എമൗണ്ട് അങ്ങനെ എടുത്ത് എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? അതിൽ ഐറ്റം ഉണ്ട് അല്ലേ? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ എടുത്ത് എഴുതണം. എത്രയാണ് എമൗണ്ട് തന്നിരിക്കുന്നത്? ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഡിവിഡൻഡ് എക്സെട്ര റിസീവ്ഡ് 1,12,700. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഗ്രോസ് എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി 1,12,700 അല്ലേ? പ്ലസ് അല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് 193. സോ ഇറ്റ് ഈസ് 193,000. ക്ലിയർ? 00 ക്ലിയർ? അപ്പോൾ 1,93,000 ദാറ്റ് ഈസ് 19,300 കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത്? 1,32,000. ക്ലിയർ? സോ 1,12,780 പ്ലസ് 93,300. സോ ദാറ്റ് വിൽ ഗിവ് യു ദി എമൗണ്ട് ഓഫ് 1,32,000. സോ ദിസ് ഈസ് ഗ്രോസ് എമൗണ്ട്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ട് കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമുക്ക് ഇനി നമ്മൾ ടോട്ടൽ എടുക്കണം. അപ്പോൾ ടോട്ടൽ ഇൻകം എത്ര കിട്ടി? സോ ടോട്ടൽ ഇൻകം കംസ് ടു ദീസ് 2 അല്ലേ? അതർ ഇൻകം ഇവിടെ ഇല്ല കേട്ടോ. സോ അതർ ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ് അതർ ഇൻകം എടുക്കാതെ. അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ അതർ ഇൻകം കൂടെ എടുത്തിട്ട് വേണം ടോട്ടൽ എടുക്കാൻ. അപ്പോൾ ടോട്ടൽ സോ കംസ് ടു 3,05,500. ഇനി നമ്മൾ എക്സ്പെൻസിലേക്ക് വരുന്നു. എക്സ്പെൻസിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? കമ്മീഷൻ, ഏജൻസ് കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 2 വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് എഴുതി 9,300. ഷെഡ്യൂൾ നമ്പർ 3 അഗൈൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ നമ്പർ 3 പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ എടുത്ത് എഴുതി. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എടുത്തു അല്ലേ? ടോട്ടൽ എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് എത്ര കിട്ടുക? സോ ടോട്ടൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഈസ് 41,800. സോ ദാറ്റ് ഈസ് ബി. ക്ലിയർ? ടോട്ടൽ എക്സ്പെൻസ്. ഇനി ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ എടുത്തു. ബെനിഫിറ്റ്സ് പെയ്ഡിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? സോ ഇറ്റ് കംസ് ടു 2,27,700. ക്ലിയർ? എല്ലാം കൂടെ ചേർത്തിട്ട് 2,27,700. ഷെഡ്യൂൾ നമ്പർ 4 നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതിനെടുത്ത് എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ഇനി എന്ത് ചെയ്യണം? അടുത്ത് സർപ്ലസ് കണ്ടുപിടിക്കണം. സർപ്ലസ് ഈക്വൽ ടു A - B - C അല്ലേ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയും സിയും മൈനസ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇതൊക്കെ മൈനസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? സർപ്ലസ് എമൗണ്ട് കംസ് ടു 36,000. 36,000 രൂപ. സോ 36,000 ഈസ് ദി എമൗണ്ട് ഓഫ് സർപ്ലസ് അവൈലബിൾ. ഇനി ഇതിന് എന്ത് ചെയ്യണം? അലോക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ താഴെ DE ആയിട്ട് കൊടുക്കുന്നു അപ്രോപ്രിയേഷൻ. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് വേണ്ട എമൗണ്ട് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ തന്നെ തന്നിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണത്? 31,500 rupees. അതിനെടുത്ത് അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 36,000 രൂപയിൽ നിന്ന് 31,500 രൂപ ബോണസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 4,500 രൂപയുണ്ട്. ഈ 4,500 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ക്യാരിഡ് ടു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫണ്ട് അല്ലേ? ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ആണ് നമ്മൾ ഫണ്ടായിട്ട് മാറ്റി വയ്ക്കുന്നത്. ഓക്കെ. സോ 4,500 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനൂടെ ഫണ്ട് ഫ്രം ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ ലൈഫ് അഷുറൻസ് ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്തിട്ട് കാണിക്കണം. ക്ലിയർ? 4,500 രൂപ. അപ്പോൾ അപ്രോപ്രിയേഷൻ്റെ ടോട്ടലും 36,000 രൂപ കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ റവന്യൂ അക്കൗണ്ട് ഫിനിഷ് ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഷെഡ്യൂൾ നമ്പർ 5 മുതൽ വേണം അല്ലേ? ഷെയർ ക്യാപിറ്റൽ മുതൽ നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 5 നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഷെയർ ക്യാപിറ്റൽ. അതിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. പ്രോബ്ലം ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് മാത്രം എഴുതി എന്ത് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ. അടുത്തെന്താണ്? ഷെഡ്യൂൾ നമ്പർ 6. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട് 29,72300. അതിനോടൊപ്പം എന്ത് ചെയ്യണം? കറണ്ട് ഇയർ സർപ്ലസ് കൂടെ ആഡ് ചെയ്യണം. സോ ആഡ് സർപ്ലസ് ഡ്യൂറിങ് ദ ഇയർ 4,500. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 29,76,800. സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് ആയി. ഇത് വേണം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 6 കാണിക്കുക. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 7 നമുക്കിവിടെ ഇല്ല അല്ലേ? ഷെഡ്യൂൾ നമ്പർ 7 കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യമില്ല. ഷെഡ്യൂൾ നമ്പർ 8 ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ?
ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ മതി. നമ്മുടെ പ്രോബ്ലത്തിൽ എത്രയാണ് തന്നിരിക്കുന്നത്? സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 23,05,000. ക്ലിയർ? സോ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വാസ് ഗിവൺ അറ്റ് 23,05,000. അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്, അതിനങ്ങനെ എടുത്ത് എഴുതാം. അടുത്ത് ഷെഡ്യൂൾ നമ്പർ 9, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺ അസറ്റ്സ് ആണ് ഇവിടെ. ക്ലിയർ? ലോണാണ് ഇഷ്യൂ. ലോൺ എന്തല്ല, ലയബിലിറ്റി അല്ല, അസറ്റ്സ് ആണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, സെക്യൂർഡ് മോർഗേജസ് ഇൻ ഇന്ത്യ അല്ലേ? ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ലോൺസ് എന്ന് പറഞ്ഞിട്ട് 4,92,000 മോർഗേജസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ? അപ്പോൾ അസറ്റ് ആണ്. അപ്പോൾ മോർഗേജസ് ഇൻ ഇന്ത്യ 4,92,200 പണയപ്പെടുത്തിയിട്ട് എടുത്ത ലോൺ നടത്തുക. ക്ലിയർ? അതുപോലെ ലോൺ ഓൺ പോളിസീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം ഉണ്ട്. ക്ലിയർ? അത് എത്രയാണത്? 1,73,600 ലോൺ ഓൺ കമ്പനീസ് പോളിസീസ്. കമ്പനിയുടെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന ലോൺ അല്ലേ? നമ്മൾ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞു ഒരു നിശ്ചിത ശതമാനം വരെ പോളിസിയുടെ വാല്യൂവിൽ നിശ്ചിത ശതമാനം വരെ ഇൻഷുറൻസ് കമ്പനി എന്തായിട്ട് കൊടുക്കും? ലോണായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ട് ദാറ്റ് ഈസ് 1,73,600. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6,65,800. സോ ഷെഡ്യൂൾ നമ്പർ 9. ഓക്കെ. ദെൻ ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സഡ് അസറ്റ്സ് ആണ്, ഒറ്റ വാല്യൂ ഉള്ളൂ. ഫ്രീ ഹോൾഡ് പ്രിമിസസ്, അതിന് അതേപോലെ എടുത്ത് എഴുതി. ഷെഡ്യൂൾ നമ്പർ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അല്ലേ? ഇപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര വരിക? 7,300 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അതർ കറണ്ട് അസറ്റ്സ്. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 11 കാണിക്കേണ്ട വേറെ നിങ്ങൾ ഐറ്റംസ് തന്നിട്ടുണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഇല്ല. ക്ലിയർ? നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഷെഡ്യൂൾ നമ്പർ 11 വരുന്ന ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ദെൻ അടുത്തെന്താണ്? ഷെഡ്യൂൾ നമ്പർ 12 അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. ഇവിടെ നമ്മൾ കുറേ ഐറ്റംസ് വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസും വരുന്നുണ്ട്. അപ്പോൾ കുറേ കറണ്ട് അസറ്റ്സ് വരുന്നുണ്ട്, അതെല്ലാം എടുക്കണം. ക്ലിയർ? അപ്പോൾ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന എമൗണ്ട് നമുക്ക് ആദ്യം എടുക്കുക അല്ലേ? എത്രയാണ് തന്നിരിക്കുന്നത്? അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ? സോ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അക്രൂഡ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉള്ള ഐറ്റത്തിന് മാത്രമേ എഴുതിയാൽ. എന്തൊക്കെയാണ് നമുക്ക് കറണ്ട് അസറ്റ്സ് ആയിട്ട് വരിക? ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ട് 19,300. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഉണ്ട് 10,000 രൂപ. അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ഐറ്റമാണ്. ഏജൻസ് ബാലൻസസ് അല്ലേ? 9,300. ഈ 9,300 ട്രയൽ ബാലൻസിൽ തന്നെ തന്നിരിക്കുന്ന എമൗണ്ട് ആണ്. ഷെഡ്യൂൾ നമ്പർ 12 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ദെൻ എമൗണ്ട് റിക്കവറബിൾ ഫ്രം റീ ഇൻഷുറൻസസ് കമ്പനീസ് അല്ലേ? 2,300. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ക്ലിയർ? റീ ഇൻഷുറൻസ് റിക്കവറി എന്ന് പറഞ്ഞിട്ട്. ക്യാഷ് ഓൺ ഡിപ്പോസിറ്റ്സ് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ 12 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 27,000 ക്യാഷ് ഓൺ ഡിപ്പോസിറ്റ്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 12 എമൗണ്ട് കിട്ടി 67,900. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 13 കറണ്ട് ലയബിലിറ്റീസ് ആണ് അല്ലേ? കറണ്ട് ലയബിലിറ്റീസിൽ നമ്മൾ എന്താ വരിക? ക്ലെയിംസ് അൺഎക്സ്പയർഡ് 99,000. അൺഎക്സ്പയർഡ് അല്ലെങ്കിൽ അൺപെയ്ഡ് ക്ലെയിം, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം എന്ന് പറയും. സോറി, അൺപെയ്ഡ് ക്ലെയിം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തന്നിട്ടുണ്ട് അല്ലേ? 9,000 ഉണ്ട്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എഗൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 9,200. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 ആയി. ക്ലിയർ? അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 വരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഐറ്റംസ് തന്നിരിക്കുന്ന ഐറ്റംസ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിലേക്ക് പോവാം. ഷെഡ്യൂൾ നമ്പർ 14 ഇവിടെ വേണ്ട, പ്രൊവിഷൻസ് ആണ്. അത് ഇവിടെ തന്നിട്ടില്ല. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സോ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് അതൊന്നും തരാത്തതുകൊണ്ട് നമ്മളതൊന്നും എടുക്കുന്നില്ല. ക്ലിയർ? റൈറ്റ്. അതുപോലെ നമുക്കിവിടെ ഇല്ലാത്തൊരു വേറൊരു ഷെഡ്യൂൾ കൂടെ ഉണ്ട് അല്ലേ? എന്താണത്? ദാറ്റ് ഈസ് ഷെഡ്യൂൾ നമ്പർ 7 നമ്മളിവിടെ എടുത്തില്ല. ബോറോയിങ്സിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും എടുത്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഇത്രയും ഷെഡ്യൂൾ വെച്ചിട്ട് ഷെഡ്യൂൾ നമ്പർ 15 മിസലേനിയസ് എക്സ്പെൻഡിച്ചറും തന്നിട്ടില്ല. അപ്പോൾ ഈ 3 ഷെഡ്യൂൾ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ക്ലിയർ? സോ 7 ബോറോയിങ്സ് തന്നിട്ടില്ല, 14 പ്രൊവിഷൻസ് ഇല്ല, അതുപോലെ 15 മിസലേനിയസ് എക്സ്പെൻഡിച്ചർ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റിലെടുത്ത് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ആസോന്ന് എഴുതി നമ്മൾ വരച്ച് പർട്ടിക്കുലേഴ്സ് അല്ലേ? ഇതിന് സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിട്ടാണ് കാണിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് ആദ്യം ഹെഡിങ് കൊടുത്തു. ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 5 അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതി. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 6 അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതി. ബോറോയിങ് ഷെഡ്യൂൾ നമ്പർ 7 നില്ലാണ്. ക്ലിയർ? അപ്പോൾ നില്ലെന്ന് കാണിക്കാൻ നീ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ? ടോട്ടൽ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ടോട്ടൽ സോഴ്സസ് ഓഫ് ഫണ്ടായി. ക്ലിയർ? സോ 30,76,800 അവിടെ ക്ലോസ് ചെയ്യുക. ക്ലിയർ? 2 വരെ വരച്ച് അതിന് എന്ത് ചെയ്യുക? എമൗണ്ട് ക്ലോസ് ചെയ്യുക. സോ ദിസ് ഇസ് ഇറ്റ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ഓക്കെ. ദെൻ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലേക്ക് വേണം. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എന്തൊക്കെയാണ് വരിക? ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലേ? അതിൻ്റെ എമൗണ്ട് ഉണ്ട്, എടുത്ത് എഴുതി. ലോൺസ് ഷെഡ്യൂൾ നമ്പർ 9 അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതി. ഫിക്സഡ് അസറ്റ്സ്
അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതി. ക്ലിയർ? ഇതെല്ലാം നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് എഴുതുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾ നമ്പർ 11, 12, 13, 14 ഇതെങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അത് കാണിക്കുമ്പോൾ ഈ രീതിയിൽ വേണം കാണിക്കുക. ഒരു ഡീറ്റെയിൽസ് കോളം. അപ്പോൾ ഇവിടെ നമ്മളൊരു എമൗണ്ട് കോളം വരയ്ക്കുന്ന സമയത്ത് ഇവിടെ കോളം വരച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു എക്സ്ട്രാ ഇന്നർ കോളത്തിൽ എഴുതിയാലും മതി. ഇവിടെ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് കോളമാണ് വരച്ചിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽസ് കോളം എക്സ്ട്രാ വരയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ എഴുതിയിട്ട് ചെയ്യാം. ക്ലിയർ? ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഷെഡ്യൂൾ നമ്പർ 11 ഇപ്പോൾ എത്രയായിട്ട് അത് 7300. അപ്പോൾ 7300 നമ്മൾ ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? ഇവിടെ വേറെ ഡീറ്റെയിൽസ് കോളം ഇല്ലെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 12 67,900. ക്ലിയർ? രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സബ് ടോട്ടൽ A 75,200. ക്ലിയർ? ദെൻ ഷെഡ്യൂൾ നമ്പർ 13 കറണ്ട് ലയബിലിറ്റീസ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, 9,200. ഓക്കെ, സബ് ടോട്ടൽ ചെയ്ത ശേഷം 9,200. ഓക്കെ, അതും ടോട്ടൽ ചെയ്തു. ഷെഡ്യൂൾ നമ്പർ 14 ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ 9,200 തന്നെയാണ് അതിൻ്റെ ടോട്ടൽ സബ് ടോട്ടൽ വരിക. ഇനി എന്ത് ചെയ്യണം, A മൈനസ് B ചെയ്യണം അല്ലേ. ഇപ്പം നമുക്ക് എന്ത് കിട്ടും, നെറ്റ് കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ? ഇപ്പം നെറ്റ് കറണ്ട് അസറ്റ്സ് എടുത്തു. ഈ നെറ്റ് കറണ്ട് അസറ്റ്സ് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എവിടെയാണ് കാണിക്കേണ്ടത്, ഷുഡ് ബി ഷോൺ ഇൻ ദി എമൗണ്ട് കോളം. ഇപ്പോൾ എമൗണ്ട് കോളത്ത് നമ്മൾ ഇതുവരെ കാണിച്ചില്ല. കാരണം എന്താ, ഇതിനെല്ലാം ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമ്മൾ കൂട്ടുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഇന്നർ കോളത്തിൽ എഴുതുക. ക്ലിയർ? ഒന്നുകിൽ വി ക്യാൻ റൈറ്റ് ഇൻ ദി ഇന്നർ കോളം. ക്ലിയർ? അതല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കോളം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തെ എമൗണ്ട് കോളം കാണിക്കുക. അപ്പം അങ്ങനെ എമൗണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് എടുത്തിട്ട് നെറ്റ് കറണ്ട് അസറ്റ്സ് മാത്രം എടുത്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഈ നെറ്റ് കറണ്ട് അസറ്റ്സ് നേരത്തെയുള്ള കാണിച്ചിരിക്കുന്ന ഷെഡ്യൂൾ നമ്പർ 8, 9, 10 അല്ലേ, അതുമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ടോട്ടൽ ബാലൻസ് ഷീറ്റ് കിട്ടണം. ടോട്ടൽ കിട്ടും 30,76,800. ഇതിനെയാണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സോ ഇറ്റ് വിൽ ബി ഷോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോൺസ്, ഫിക്സഡ് അസറ്റ്സ് എഴുതിയിട്ട് കറണ്ട് അസറ്റ്സ് വേറെ വർക്കൗട്ട് ചെയ്ത് ടോട്ടൽ എടുക്കും. സബ് ടോട്ടൽ എടുത്ത് ഇന്നർ കോളത്തിൽ കാണിക്കും. കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എടുത്തിട്ട് 13, 14 എടുത്തിട്ട് ഇന്നർ കോളത്തിൽ കാണിച്ചതിൻ്റെ ടോട്ടൽ B എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം, നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് കൊടുത്തിട്ട് A മൈനസ് B ചെയ്തിട്ട് അതിനെ വേണം എമൗണ്ട് കോളത്തിൽ എഴുതാം. ക്ലിയർ? എന്നിട്ടാണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ടോട്ടൽ എടുക്കുക. ഇപ്പോൾ രണ്ടും ടാലീഡ് ആണ് അല്ലേ. 30,76,800 നേരത്തെ നമ്മൾ സോഴ്സസ് നോക്കിയാൽ 30,76,800. ക്ലിയർ? സോ ഏത് രീതിയിൽ വേണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി കണ്ടിജന്റ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രോബ്ലത്തിൽ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഒരു കോർട്ട് കേസ് ചിലപ്പോൾ സെറ്റിൽമെൻ്റ് ആവാം, അല്ലെങ്കിൽ അത് ക്ലെയിം ഇത്ര വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലൊക്കെ കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അതിന് ഷെഡ്യൂൾ ഇല്ല അല്ലേ, നമുക്കറിയാം, അത് എക്സ്ട്രാ ഐറ്റമായിട്ട് കാണിക്കണം. ഇവിടെ തരാത്തതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. ക്ലിയർ? ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. ഇപ്പോൾ എടുത്തിട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മൾ 2 ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ആണ് ചെയ്തത്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അയച്ചിരുന്ന ഈ സ്റ്റഡി മെറ്റീരിയലിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 3ൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലിയർ? ഇതെടുത്ത് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ക്ലിയർ? സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഫർദർ. ഓക്കെ.